AMMയിലെ കൂട്ടരാജി ഭീരുത്വമെന്ന് നടി പാർവതി തിരുവോത്ത്. പേടികൊണ്ടാണ് മറുപടി പറയാതെ ഒളിച്ചോടിയത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് ഇതേ കമ്മിറ്റിയാണ്. ജനാധിപത്യപരമായി പുതിയ ഭരണസമിതി വരേണ്ട സമയമാണിതെന്നും പാർവതി പറഞ്ഞു. ബർഖാദത്തുമായുള്ള അഭിമുഖത്തിലാണ് പാർവതി നിലപാട് വ്യക്തമാക്കിയത്. അപർണ കാർത്തിക ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി. അപർണ, എന്താണ് പാർവതി തിരുവോത്ത് പറഞ്ഞിരിക്കുന്നത്? ഇന്നലെയാണ് ബർഖാദത്തിൻ്റെ മോജോ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ പാർവതി തിരുവോത്ത് നിലപാട് വ്യക്തമാക്കിയത്. AMMയിലെ കൂട്ടരാജിയെക്കുറിച്ചാണ് അവർ പറഞ്ഞു തുടങ്ങിയത്. ഭീരുത്വമാണ് AMMയെ ഈ കൂട്ടരാജിയിലൂടെ തെളിവാക്കിയതെന്നും, കാരണം ഒരു സാഹചര്യം എന്താണ് നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യത്തിൽ ഒളിച്ചോടുന്നൊരു നിലപാടാണ് താരസംഘടന സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായി മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറി. ഇരയ്ക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് പറയുന്ന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് നിലകൊണ്ടത് എന്ന ഗുരുതരമായ ആരോപണം കൂടി പാർവതി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഈ വിഷയം WCCയുടെ മീറ്റിങ്ങുകളിലും മറ്റും പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. അത് ഈ ഭരണസമിതിയുടെ രാജിയുടെ പശ്ചാത്തലത്തിൽ അത് ആവർത്തിക്കുക കൂടിയാണ് പാർവതി തിരുവോത്ത് ചെയ്യുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നടി ആക്രമിച്ച കേസിൽ ദിലീപിനൊപ്പം നിന്നിരിക്കുന്ന ഒരു നിലപാട് അതേ കമ്മിറ്റി തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി പിരിച്ചുവിടേണ്ട സാഹചര്യം നന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള അവർ കൂട്ടത്തോടെ രാജിവെച്ച് മാറിയ പ്രക്രിയ എന്ന് പറയുന്നത് ഭീരുത്വമാണ്. മാത്രമല്ല, ജനാധിപത്യ രീതിയിൽ ഒരു ഭരണസമിതി വരേണ്ട സമയം അതിക്രമിച്ചു എന്നുകൂടി പാർവതി തിരുവോത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ അവരവരുടെ അഭിപ്രായവുമായിട്ട് പീഡനകാര്യങ്ങളും മറ്റും തുറന്നു പറയാൻ തയ്യാറായത് ശ്ലാഘനീയമായ വിഷയമാണെന്നും ഇത് പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണെന്നും അവർ പറയുന്നുണ്ട്. അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സംഘടനയിൽ നിന്നും സിനിമയിൽ നിന്നും കാലാകാലങ്ങളായി മാറി നിൽക്കേണ്ടി വന്ന ഒരു പറ്റം സ്ത്രീകൾക്കുള്ള വിജയം കൂടിയാണ് ഈ ഭീരുത്വത്തോടു കൂടിയുള്ള താരസംഘടന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടരാജി എന്നും കൂടി പാർവതി തിരുവോത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ വ്യക്തവും സുശക്തവുമായ ഭാഷയിലുള്ള പ്രതികരണമാണ് പാർവതി തിരുവോത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മലയാള മാധ്യമങ്ങളിലെല്ലാം തന്നെ നേരത്തെ പാർവതി തിരുവോത്ത് സ്മൃതിയുമായി ഉൾപ്പെടെയുള്ള ചർച്ചകളിലെല്ലാം തന്നെ പാർവതി കൃത്യമായ നിലപാടുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സർക്കാരിനെതിരെ ഇത്രയും കടുത്ത ഭാഷയിലൊരു പ്രതികരണം പാർവതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് WCCയുടെ വിജയമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി വരുന്ന ഓരോ സ്ത്രീക്കും അർഹിക്കുന്ന വിജയം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് പാർവതി തിരുവോത്ത് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും ബർഖാദത്ത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കാരണം രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്തരം കേസുകളിൽ പരാമർശ വിധേയരാകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സൂചന കൂടി ആ ചോദ്യത്തിൽ വരുമ്പോൾ അതിനും കൃത്യമായ മറുപടിയാണ് പാർവതി നൽകുന്നത്. എന്തായാലും ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്വന്ദ്വ വ്യക്തിത്വം കാണിച്ച സർക്കാരാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് പാർവതി പറയുമ്പോൾ അതിൽ നിന്ന് ഇനി നീതി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് ഒരല്പം ചിരിയോടുകൂടി ജസ്റ്റ് വെയിറ്റ് എന്ന് മാത്രമാണ് പാർവതി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ പറയുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാട്, സർക്കാരിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് കൃത്യമായി പറയുന്ന കാര്യത്തിൽ കൂടി പാർവതി വിജയിച്ചിട്ടുണ്ട്. WCCയുടെ തുടക്കം മുതലുള്ള ആർജവത്തോടെ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രമുഖ എന്നുള്ള നിലയ്ക്ക് തന്നെ പാർവതിയുടെ വാക്കുകൾക്ക് ഇവിടെ അതിനർഹിക്കുന്ന പ്രാധാന്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. പാർവതി തിരുവോത്ത് ബർഖാദത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോൾ സർക്കാരിന് വിമർശനം. അതോടൊപ്പം തന്നെ AMMയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുമിച്ചുള്ള ആ രാജിയിൽ തന്നെ ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന അതിലെ വനിതാ അംഗങ്ങൾ ഇന്നലെ പ്രതികരിക്കുന്ന കണ്ടാണ്. അപ്പോൾ ആ കൂട്ടരാജി ഒളിച്ചോട്ടമാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ പാർവതി തിരുവോത്തിൽ നിന്നും വരുന്നത്.